എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ചെറി അങ്ങനെ ജിയാങ്ങിനെ കണ്ടുമുട്ടിയിരിക്കുകയാണ്. അവനെ പറ്റി അവൾക്ക് ഒരു വിവരം ഉണ്ടായിരുന്നില്ല. അവൻ ഇന്നിവിടെ വരുമെന്നോ അവൾക്ക് അറിയണ്ടായിരുന്നില്ല. അവൾ എന്നും വന്ന് നോക്കാറുള്ള കണക്ക് ഒരു പ്രതീക്ഷയില് ജസ്റ്റ് ഒന്ന് വന്ന് നോക്കിയപ്പോഴാണ് അവനെ കണ്ടത്. അതുകൊണ്ട് തന്നെ ആദ്യം അവൾ ഭയങ്കര ഷോക്ക് ആവുന്നുണ്ട്. പിന്നീട് അവനോട് ആദ്യം കോണ്ടാക്ട് ചെയ്യാത്തതിന് പരിഭവമൊക്കെ അവൾ പ്രകടിപ്പിക്കുമ്പോൾ സർപ്രൈസ് ആയിട്ട് അവളെ കാണാൻ വന്നതാണെന്ന് അവന്റെ മറുപടി കേൾക്കുമ്പോൾ ഇനി പോകുന്നില്ല ഇവിടെ തന്നെയാണെന്നും കൂടി അവൻ പറയുന്നത് കേൾക്കുമ്പോൾ അവൾ ഒരുപാട് ഹാപ്പി ആവുന്നുണ്ട്. വേഗം തന്നെ അവനെ കിസ് ചെയ്യുന്നു. എന്തായാലും ഇവരിപ്പോ പ്രണയത്തിലാണ് എന്നത് പറയാതെ പറഞ്ഞിരിക്കും. തുടർന്ന് അവനാകട്ടെ എനിക്ക് വിശക്കുന്നു, നിന്റെ വീട്ടിലെ അമ്മ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ ഫുഡ് ഞാൻ വളരെ മിസ് ചെയ്യുന്നു എന്നൊക്കെ അവൻ പറയുമ്പോൾ അതിനെന്താ ഫുഡ് അമ്മ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് പോയി കഴിക്കാന്നും പറഞ്ഞ് അവൾ അവനെ കൂട്ടി വീട്ടിലേക്ക് പോവാണ്. പക്ഷെ വീടിന്റെ അവിടെ എത്തുമ്പോഴേക്കും അവൻ എന്റെ ബാഗ് അവിടെ ഇരിക്കാൻ ഞാനത് എടുത്തിട്ട് വരാമെന്ന് പറയുമ്പോൾ അവൾ ഞാൻ വേഗം ഫുഡ് ചൂടാക്കി വെക്കാം, മുകളിലേക്ക് കയറി വരണമെന്ന് പറഞ്ഞ് അവൾ അങ്ങനെ വീട്ടിലേക്ക് പോകുന്നു. അവൾ വീട്ടിലെത്തി ഫ്രിഡ്ജിൽ നിന്ന് ഫുഡൊക്കെ എടുത്ത് ഇങ്ങനെ ചൂടാക്കുമ്പോൾ അമ്മ എന്ത് പറ്റിന്ന് തിരക്കുമ്പോൾ ജിയാങ് വന്നു എന്ന് അവൾ പറയുമ്പോഴേക്കും അമ്മയും ഭയങ്കര സന്തോഷത്തില് അവന് വേണ്ടി ഫുഡൊക്കെ ചൂടാക്കാനായി അവളെ സഹായിക്കുന്നുണ്ട്. പക്ഷെ കുറെ നേരമായിട്ട് മുകളിലേക്ക് അവൻ വരാത്തതിനെ തുടർന്ന് അവൾ താഴേക്ക് ചെന്ന് നോക്കുമ്പോൾ അവൻ അവിടെ ഇല്ല. അവൻ ലഗേജ് എടുക്കാൻ പോവാന്ന് പറഞ്ഞ സ്ഥലത്തും അവനില്ല. അവിടെയൊക്കെ അന്വേഷിക്കുന്നു, അവനെ കാണുന്നില്ല. അവൻ തന്നോട് കള്ളം പറഞ്ഞ് മുങ്ങിയതാണ് എന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതായത് അവളെ ഇവിടെ തനിച്ചാക്കി അവൻ എങ്ങോട്ടോ പോയി എന്ന് മനസ്സിലാക്കുന്ന അവൾ ഭയങ്കര സങ്കടത്തിലാവുന്നു. അവൻ എന്തിനാ ഇപ്പൊ ഇങ്ങനെ പോയത്, എന്നോട് എന്തിനാ അവൻ ഇങ്ങനെ ചെയ്തതെന്ന് അവൾക്ക് ഒരു പിടുത്തമില്ല. അവൾ അങ്ങനെ ഭയങ്കരമായി സങ്കടപ്പെടുന്നതൊക്കെ അവളെ അന്വേഷിച്ചെത്തുന്ന പേരൻസ് കാണുന്നുണ്ട്. അവർക്ക് അവളെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് അറിയില്ല. അത്രയേറെ സങ്കടപ്പെട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ ചെറി. എന്തായാലും ചെറിയായിട്ട് അറിയാതെ ഒരു കാര്യം അതിന്റെ ഇടയിൽ സംഭവിച്ചിരുന്നു. മുന്നേ അവൾ ജിയാങ്ങിനെ കണ്ട് അവനോട് സംസാരിച്ച് ഇങ്ങനെ പോകുന്ന ടീം അവനായിട്ട് അവളുടെ ഒരു പെൻഡന്റ് അവൾ അറിയാതെ കയ്യിലെടുത്ത് സൂക്ഷിച്ചു വെച്ചിരുന്നു. അതിപ്പോ കയ്യിൽ നിന്ന് പോയത് പോലും അവൾ അറിഞ്ഞിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ദിവസങ്ങൾ കടന്നു പോന്നു. ഇപ്പൊ എൻട്രൻസിന്റെ റിസൾട്ട് ഒക്കെ വന്ന സ്ഥിതിക്ക് പിന്നീട് ഇവർക്ക് ഉപരിപഠനത്തിന്റെ സമയമാവുന്നുണ്ട്. ശരിക്കും അവളുടെ ഫ്രണ്ട്സിനും ഒക്കെ തന്നെ അവർക്ക് ഓരോരുത്തർക്കും ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡിലേക്ക് ഒതുങ്ങുന്ന രീതിയിലുള്ള ഉപരിപഠനത്തിന് അവസരം കിട്ടുന്നു. അതിനുവേണ്ടി യൂണിവേഴ്സിറ്റിയിലൊക്കെ അങ്ങനെ അഡ്മിഷൻ നേടി അതിന്റെ ചെറിയൊരു പാർട്ടിക്ക് ഇവര് വീട്ടുകാരെല്ലാരും കൂടി ഒത്തുകൂടുന്നുണ്ട്. ഈ ടീം എല്ലാവരും ഹാപ്പി ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ചെറുക്ക് മാത്രം ആ ഒരു സന്തോഷം അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിൽ. പക്ഷെ അവൾ എല്ലാവരുടെയും കൂടെ ഇങ്ങനെ ഇരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോഴാണ് അവിടേക്ക് ഇവരുടെ സീനിയറായി പഠിച്ചിരുന്ന ഒരു പയ്യൻ വരുന്നത്. ആ പയ്യനെ പണ്ടേ ഇവർക്കറിയാം, ഇവരുടെ ഗ്രാമത്തിൽ നിന്നൊക്കെയുള്ള പയ്യൻ തന്നെയാണ്. ആള് വിദേശത്തൊക്കെ പോയി പഠിച്ചിട്ട് വന്നതാണ്. ഇപ്പൊ എല്ലാവരോടും സംസാരിക്കുന്ന കൂട്ടത്തിൽ വിദേശത്തെ പഠനത്തിന് എന്ത് സ്ട്രെസ് ആണുള്ളത്, അവിടെ പോയി പഠിക്കുമ്പോൾ എത്രത്തോളം കഷ്ടപ്പാട് അനുഭവിച്ചാണ് പഠിക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് കേൾക്കുന്ന ചെറി അത് കേട്ടോണ്ടിരിക്കുമ്പോഴൊക്കെ തന്നെ മിസ് ചെയ്യുന്നത് ജിയാങ്ങിനെയാണ്. അല്ലെങ്കിൽ അവൾക്ക് ഭയങ്കര മിസ്സിംഗ് ആണ്. അപ്പോൾ ജിയാങ് വിദേശത്ത് പോയിരുന്നല്ലോ, അവനും ഇതുപോലെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവോ, ഇപ്പൊ അവൻ എവിടെ ആയിരിക്കും, ഇപ്പോഴും സ്ട്രഗിളിങ് ആയിരിക്കും എന്നിങ്ങനെ പല കാര്യങ്ങളും അവൾ ആലോചിച്ച് ഭയങ്കരമായിട്ട് ഉള്ളിന്റെ ഉള്ളിൽ സങ്കടപ്പെടുന്നുണ്ട്. അങ്ങനെ പിന്നീട് ചെറി ക്വിന്നിനോട് സംസാരിക്കുകയാണ്. ആക്ച്വലി ക്വിൻ അവളുടെ അച്ഛന്റെ വയ്യാഴികയൊക്കെ മൂലം ഇവിടെ അടുത്തൊരു സ്ഥലത്ത് തന്നെയാണ് പഠിക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ ദൂരെ ദൂരെ പോയാണ് പഠിക്കുന്നത്. അപ്പോ ആ കാര്യങ്ങളെ പറ്റി ക്വിന്നും ചെറിയും സംസാരിക്കുമ്പോൾ ക്വിൻ ചെറിയോട് പറയുന്നുണ്ട്, നീ മൂവ് ഓൺ ചെയ്യണം, നീ ഇനിയും ജിയാങ്ങിനെ ആലോചിച്ചിരിക്കരുത്, അവൻ നിന്നെ പറ്റിച്ചിട്ട് പോയതല്ലേ, പിന്നെ നീ എന്തിനാ അവനെ ഓർത്തിരിക്കുന്നത് എന്നെല്ലാം. അത് കേൾക്കുമ്പോൾ അവൾ ഒന്നും മിണ്ടുന്നില്ല. ഇവൾ നന്നാവില്ലാന്ന് തോന്നുന്ന ക്വിൻ വീണ്ടും ഉപദേശിക്കുന്നുണ്ട്, അവന് നിന്നെ പറ്റി എന്തെങ്കിലും കൺസേൺ ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുവോ, നിന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ അവൻ നോക്കില്ലേ, ഇതൊന്നും ചെയ്യാത്ത സ്ഥിതിക്ക് അവൻ മൂവ് ഓൺ ആയി എന്ന് വേണം കരുതാൻ. നീയും അങ്ങനെ തന്നെ പോണം. നീ ഇനി പോകുന്ന യൂണിവേഴ്സിറ്റിയിൽ നല്ലൊരു പയ്യനെ തപ്പി പിടിച്ചോ, അല്ലെ പിന്നെ നമ്മുടെ യു ഉണ്ടല്ലോ അവനെ അങ്ങ് പ്രേമിക്കുക എന്നൊക്കെ ക്വീൻ പറയുമ്പോൾ യുവിനെ ഞാൻ പ്രേമിക്കാനോ, നീ എന്തേ പറയുന്നതെന്ന് ചെറിയ ദേഷ്യപ്പെടുമ്പോ അല്ല അവന് നിന്നെ ഇഷ്ടമാണല്ലോ, പിന്നെ ഇനി വേറെ പയ്യനെ തപ്പി പിടിക്കാൻ പാടായിരിക്കും എന്ന് കരുതി ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്ന് ക്വീൻ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും അങ്ങനെ ചെറി അവളുടെ വീട്ടിൽ നിന്നുമൊക്കെ യാത്ര പറഞ്ഞ് പഠിക്കാനായി പോകുന്നു. അവൾക്ക് കിട്ടിയിരിക്കുന്ന ഹോസ്റ്റൽ റൂമില് കുറച്ച് സീനിയർ പെൺകുട്ടികളാണ് ഉള്ളത്. അവളായിട്ട് വീട്ടിൽ നിന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനെ മാറി നിൽക്കുന്നത്. അതിന്റെ ഭയങ്കര സങ്കടം അവൾക്കുണ്ട്. എന്തായാലും അവിടെ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ മിലിറ്ററി ട്രെയിനിങ് ഇവർക്ക് നൽകുന്നുണ്ട്. അവളുടെ ചില ഫ്രണ്ട്സ് ഒക്കെ ഓരോ ഉടായ്പൊക്കെ പറഞ്ഞ് ട്രെയിനിങ്ങിന് നിൽക്കാതെ മാറുമ്പോൾ അതൊക്കെ ഭയങ്കര പാടായിരുന്നെങ്കിലും ചെറിയ അതൊക്കെ നന്നായി ചെയ്യുന്നു. അങ്ങനെ അവൾ റൂമിലെത്തുമ്പോൾ സ്വാഭാവികമായും അത് സീനിയർ പെൺകുട്ടികളായതുകൊണ്ട് തന്നെ അവൾക്ക് ഇവർ തന്റെ റൂംമേറ്റ് ആയിട്ടുള്ളത് ഒരു പ്രശ്നമല്ലെങ്കിലും അവർക്ക് താൻ റൂംമേറ്റ് ആയിട്ടുള്ളത് ഒരു പ്രശ്നമാണോ എന്ന രീതിക്കൊരു തോന്നലൊക്കെ അവരുടെ കോൺവെർസേഷൻ കേട്ട് തെറ്റിദ്ധാരണയായി ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അതൊക്കെ തന്റെ വെറും തോന്നലാണെന്നും അങ്ങനൊന്നുമല്ല അവർക്ക് തന്നെ വലിയ കാര്യമാണെന്ന് മനസ്സിലാവുമ്പോൾ അവൾ വളരെ കംഫർട്ടബിൾ ആയി ആ റൂമിൽ അങ്ങനെ താമസം ആരംഭിക്കുന്നു. അങ്ങനെ കോളേജ് പഠനം നല്ല രീതിക്ക് തന്നെ ചെറി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ അവൾ ജിയാങ് അവളെ ഇതുവരെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ പോലും പഴയ കണക്ക് തന്നെ അവനെ അവൾ കോണ്ടാക്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. അവളുടെ ലൈഫിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും മെസ്സേജായി അവന്റെ നമ്പറിലേക്ക് അവൾ അയക്കാറുണ്ടായിരുന്നു. റിപ്ലൈ ഒന്നും കിട്ടാറില്ലെങ്കിലും. കൂടാതെ അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോവുകയെ അവളുടെ റൂമിലുള്ള പെൺകുട്ടികൾ അവരുടെ റിലേഷൻഷിപ്സിന്റെ കോംപ്ലിക്കേഷൻസ് എന്നിങ്ങനെ പല കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാനായി ചെറിക്ക് സാധിക്കുന്നു. ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയ ഓരോ ലവ് സ്റ്റോറി ഉണ്ടല്ലോ. ചിലരുടേത് ഭയങ്കര ട്രാജഡി കഥയാണ്. ഈവൻ വിവാഹിതനായ ഒരാളെ പ്രണയിച്ചുകൊണ്ട് നടക്കുന്ന ഒരു പെൺകുട്ടി പോലും അതിലുണ്ട്. അയാൾക്ക് കുട്ടികളും ഉള്ളതാണ്. വേറൊരു പെൺകുട്ടി അവളുടെ ബോയ് ഫ്രണ്ട് ഭയങ്കര ഓവർ കെയറിംഗ് ആണെന്നും പറഞ്ഞ് ആളെ ബ്രേക്കപ്പ് ചെയ്യുന്നു. എന്നിങ്ങനെ പല ഡിഫറെന്റ് ലവ് സ്റ്റോറീസ് അവളുടെ ഇവിടുത്തെ ജീവിതത്തിന്റെ ഇടയിൽ മനസ്സിലാക്കാനായി സാധിക്കുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഇടയിൽ അവളുടെ ലവ് സ്റ്റോറി ചോദിക്കുമ്പോൾ അവൾക്ക് കുട്ടിക്കാലം മുതലേ പരിചയമുള്ള ഒരാളെ ഇഷ്ടമാണെന്ന് മാത്രമേ അവൾ പറയുന്നുള്ളൂ. എന്തായാലും അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു.
ഒരു ദിവസം ലൈബ്രറിയിൽ ചെറു നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് അവളെ സർപ്രൈസ് ചെയ്യാനായി യു എത്തുന്നുണ്ടായിരുന്നു. ആരോ അവളുടെ അടുത്തെത്തി അവൾക്ക് സർപ്രൈസ് നൽകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അവൾ ആദ്യം അത് ജിയാങ് ആയിരിക്കുമെന്നാണ്. എന്തായാലും ജിയാങ് അല്ല, യു ആണ് വന്നിരിക്കുന്നത്. യു ആകട്ടെ ഇപ്പോൾ പൈലറ്റ് ആവാനായിട്ടുള്ള ട്രെയിനിങ്ങിലായിരുന്നു. അവന്റെ ആഗ്രഹം അത് തന്നെയാണ്. അതുകൊണ്ട് സ്കൂൾ പഠനശേഷം അവൻ ആ രീതിക്ക് പഠനം മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. എന്തായാലും ആ ട്രെയിനിങ്ങിന്റെ ഇടയിൽ അവന് ഒരു ഫ്രീ ടീം കിട്ടിയപ്പോൾ അധികം ദൂരത്തല്ലായിരുന്നു ചെറിയുടെ കോളേജ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങോട്ടെത്തി അവളെ ഇപ്പോൾ കണ്ട് സംസാരിക്കുകയാണ്. ആക്ച്വലി അവൾക്ക് സുഖമാണോ, അവൾ ഓക്കെ അല്ലെന്നൊക്കെ അറിയാനായി അവൻ വെമ്പൽ കൊണ്ട് നിൽക്കായിരുന്നു എന്നും പറയാം. എന്തായാലും അവരങ്ങനെ സംസാരിച്ചൊക്കെ നിൽക്കുമ്പോൾ അത് ചെറിയുടെ റൂംമേറ്റ് ആയ ഒരു പെൺകുട്ടി കാണുന്നുണ്ട്. ആ പെൺകുട്ടിയൊക്കെ ചെറിയുടെ സീനിയർ ആണല്ലോ. എന്തായാലും ഇതാരടെന്ന് ചോദിക്കുമ്പോൾ ഇത് എന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആണെന്ന് ചെറി പറയുന്ന ടീം ആണോ, ഓ ഓക്കെ ഓക്കെ എന്നൊക്കെ അവർ പറയുന്നുണ്ട്. എന്തായാലും യു അവിടെ നിന്ന് പോയ ശേഷം വേഗം തന്നെ ചെറിയ റൂമിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്ന ടീം ഇതാണോ നീ പറഞ്ഞ നിന്റെ ക്രഷ്, ആ പയ്യൻ ഇതല്ലേ, ചൈൽഡ്ഹുഡ് തൊട്ട് നിനക്ക് അറിയാവുന്ന ആളല്ലേ നിന്റെ ക്രഷ്, അപ്പൊ ഇതാ പയ്യനല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവൻ എന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആണെങ്കിലും ഞാൻ പറഞ്ഞ ആ പയ്യൻ ഇതല്ലാന്ന് ചെറി പറയുമ്പോ എങ്കിലേ ആ കഥ പറ, ഞങ്ങൾക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് കേൾക്കണം എന്ന് പറഞ്ഞ് റൂമിൽ അവളെ കൊണ്ടിരുത്തി എല്ലാവരെയും കൂടി വിളിച്ചു കൂട്ടി അങ്ങനെ അവളുടെ റൂംമേറ്റ്സിന് മൊത്തം അവൾക്ക് അവളുടെ ലവ് സ്റ്റോറി പറയേണ്ടി വരുന്നു. അതായത് ജിയാങ്ങിനെ എങ്ങനെയാണ് അവൾ ആദ്യം കണ്ടത്, അതെങ്ങനെ പ്രണയമായി എന്നിങ്ങനെ പല പല കാര്യങ്ങൾ. ആ ഒരു സമയത്ത് ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ അപ്പോൾ നിങ്ങൾ തമ്മിൽ ഇപ്പൊ ഒരു കോണ്ടാക്റ്റും ഇല്ലേ, എന്നിട്ടും നീ അവനെയാണോ ഇഷ്ടപ്പെടുന്നതെന്ന റൂംമേറ്റ്സിന്റെ ചോദ്യത്തിന് അതെ എന്നായിരുന്നു അവളുടെ മറുപടി. ഞാൻ പഠിച്ച് കാശ് സമ്പാദിച്ച് എങ്ങനെങ്കിലും വിദേശത്താണ് ജിയാങ് എങ്കിൽ അവനെ തേടി കണ്ടുപിടിക്കണമെന്ന് ആഗ്രഹിക്കുന്നതെന്നും കൂടി ചെറി പറയുമ്പോൾ നീ അങ്ങനെ കഷ്ടപ്പെട്ട് കാശുണ്ടാക്കി അവനെ തപ്പി പോയിട്ട് അവൻ ആ ടീം വേറെ വല്ലവരുമായിട്ട് റിലേഷൻഷിപ്പിലാണെങ്കിലോ അല്ലെങ്കിൽ ചിലപ്പോൾ മാരീഡ് ആണെങ്കിലോ നീ എന്ത് ചെയ്യും, അപ്പൊ നിന്റെ എഫേർട്ടൊക്കെ വേസ്റ്റ് ആവില്ല എന്നും കൂടി അവർ ചോദിക്കുമ്പോൾ പക്ഷെ അതിനൊരു മറുപടി അവളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. എങ്കിലും അവൾക്ക് എങ്ങനെയും ജിയാങ്ങിനെ ഒന്ന് കണ്ടുപിടിച്ചേ പറ്റൂ, അതല്ലാണ്ട് അവൾ ഇതിൽ നിന്ന് പിന്മാറില്ല എന്ന് അവൾ തീർത്തു പറയുന്നുണ്ട്. എന്തായാലും അവൾക്ക് ഓൾ ദി ബെസ്റ്റ് പറയുന്നു. കൂടാതെ അവളെ പോലെ ഇത്രയും സിൻസിയറായി ഒരേ ഒരാളെ മാത്രം സ്നേഹിച്ച് അത് ഇത്രയും പ്രതിസന്ധികളിലൂടെ കടന്നുപോയിട്ടും ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന അവളുടെ ആ മനസ്സിനെ അവർ ഒരുപാട് പ്രശംസിക്കുന്നുണ്ട്. അങ്ങനെ ഇത്രയും ജിയാങ്ങിനെ പറ്റി തുറന്ന് സംസാരിച്ച ചെറി പിന്നെ ഒരു സമാധാനം ഇല്ലാണ്ട് രണ്ടും കൽപ്പിച്ച് അവളുടെ കയ്യിലുള്ള ജിയാങ്ങിന്റെ അമ്മയുടെ നമ്പറിൽ വിളിക്കുന്നുണ്ട്. കോൾ അറ്റൻഡ് ചെയ്യുന്നവർ ജിയാങ്ങിനെ പറ്റി ചെറി തിരക്കുന്നത് കേൾക്കുമ്പോൾ അവനിപ്പോ ഞങ്ങളുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല, അവൻ എവിടെയാണെന്ന് പോലും അറിയില്ല, നിനക്ക് നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ ഒക്കെ കിട്ടിയില്ലേ, പഠിച്ച് മൂവ് ഓൺ ചെയ്യാൻ നോക്ക്, വെറുതെ അവന്റെ പുറകെ നടക്കണ്ട, ഇനി ഇതിനെ പറ്റി ചോദിക്കാനായി എന്നെ കോളും ചെയ്യേണ്ടെന്ന് പറഞ്ഞവർ കോൾ കട്ട് ചെയ്യുന്നുണ്ട്. പൊതുവെ അവളോട് സംസാരിക്കുന്ന ടൂണിനേക്കാൾ വളരെ ബെറ്റർ ആയ രീതിക്കാണ് ഇന്ന് അവർ സംസാരിച്ചതെന്ന് പറയാം. എന്തായാലും അവൾക്ക് അവനെ പറ്റി ഒന്നും അറിയാതെ ഒരു സമാധാനവും ഇല്ല. ഇതിന്റെ ഇടയിൽ അവളുടെ ഈ റൂമിലുള്ള സീനിയേഴ്സ് പലരും ഇന്റേൺഷിപ്പും അങ്ങനെ പല കാര്യങ്ങളുമായി പല ഇടങ്ങളിലേക്ക് പോവാണ്. അവരുടെ പഠനമൊക്കെ അതുകൊണ്ട് അവസാനിക്കാറായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിലൊരു സീനിയർ പെൺകുട്ടി അവൾ പാർട്ട് ടൈം ആയി ചെയ്തുകൊണ്ടിരുന്ന ഒരു 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് കൊടുക്കുന്ന ട്യൂഷൻ ക്ലാസ് ഇപ്പോൾ ചെറിയോട് എടുക്കാനായി പറയുന്നു. ചെറിക്ക് ഓൾറെഡി കാശിന് ആവശ്യമൊക്കെ ഉണ്ടല്ലോ, അവൾക്ക് എങ്ങനെയും കാശൊക്കെ സമ്പാദിച്ച് അങ്ങനെ തപ്പി പോകണമെന്നാണല്ലോ ആഗ്രഹം. എന്തായാലും അത് പറയുമ്പോൾ ചെറി അത് ഏറ്റെടുക്കുന്നു. അവൾക്ക് സങ്കടം വരുന്നുണ്ട്, താൻ ഇത്രയും കഷ്ടപ്പെട്ട് അവൻ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഇവരൊക്കെ പറഞ്ഞ കണക്ക് അവൻ വേറെ റിലേഷൻഷിപ്പിലാണെങ്കിലോ അല്ലെങ്കിൽ മാരീഡ് ആണെങ്കിലോ എന്ത് ചെയ്യുന്ന ഒരു ടെൻഷൻ ഉണ്ടെങ്കിലും എന്തുമാവട്ടെ അവനെ കണ്ടുപിടിക്കണമെന്ന് തന്നെ അവൾ തീരുമാനിക്കുന്നു. അങ്ങനെ അവൾ ക്ലാസ് ഒക്കെ എടുക്കാനായി പോകുന്നുണ്ട്. അവിടെ 2 കൊച്ചു കുട്ടികളാണ് ഉള്ളത്. ഒന്ന് അവൾ ക്ലാസ് എടുക്കുന്ന 3ാം ക്ലാസ്സുകാരനും മറ്റേത് അവന്റെ ചേട്ടനും. ഈ ചേട്ടൻ മ്യൂസിക്കിലൊക്കെ കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ള കുട്ടിയാണ്. എപ്പോഴും അങ്ങനെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്യും. ഇത് ട്യൂഷൻ എടുക്കുമ്പോൾ കുറച്ച് ഡിസ്റ്റർബിംഗ് ആണെങ്കിലും അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ ആ ഒരു ട്യൂഷന് വന്നിരിക്കുന്ന കുട്ടി എന്റെ ചേട്ടൻ മ്യൂസിക്കിൽ വലിയ ആളാകണമെന്നാണ് എന്റെ പേരൻസിന്റെ ആഗ്രഹം, അവർക്ക് ഞാൻ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ചേട്ടന്റെ കാര്യത്തിലെ ചിന്തയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് നീ പഠിക്കണമെന്നുണ്ട്, അതുകൊണ്ടല്ലേ നിനക്കിപ്പോ ഇങ്ങനെ ഒരു ട്യൂഷൻ ഏർപ്പാടാക്കിയിരിക്കുന്നത് എന്ന് അവനെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ചെറി ഇതൊക്കെ കാണുമ്പോൾ മരണപ്പെട്ട തന്റെ ചേട്ടനെ പോലെ ആകണം എന്ന ആ ഒരു രീതിക്ക് പേരൻസ് വളർത്തി എത്രത്തോളം ബുദ്ധിമുട്ടുകൾ ജിയാങ് അനുഭവിച്ചിരുന്നു എന്ന കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട്. അങ്ങനെ ലൈഫിൽ ഓരോ ചെറിയ കാര്യം ഇപ്പൊ നടക്കുമ്പോഴും അതിലൊക്കെ തന്നെ ജിയാങ്ങിന്റെ ഒരു പ്രസൻസ് ആണ് അവൾ അതിൽ കണ്ടെത്താൻ നോക്കുന്നത്. അവൾക്ക് ഓരോ ദിവസം കഴിയുന്തോറും അവനെ കാണണമെന്നുള്ള ആഗ്രഹം കൂടി വരികയാണ്. ഇതിന്റെ ഇടയിൽ ചെറി ഇല്ലാത്ത ഒരു സോഷ്യൽ മീഡിയ ഗ്രൂപ്പ് ഉണ്ട് അവളുടെ ഫ്രണ്ട്സിന്. ആ ഒരു ഗ്രൂപ്പില് ജിയാങ് എവിടെയോ ഉണ്ട് എന്ന രീതിക്ക് ഒരു മെസ്സേജ് ഒരു പയ്യൻ ഇടുന്നുണ്ട്. നമ്മുടെ ചെറിയുടെ ഫ്രണ്ട്സ് ഗ്യാങ്ങിലുള്ള ഒരു പയ്യൻ തന്നെ. ഈ ടീം ഇത് കാണുന്ന ക്വീൻ അവൻ എവിടെയാ എന്താ എന്നിങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്നും അറിയാതെ ആരും ഇതിനെ പറ്റി ചെറിയോട് പറയുകയേ ചെയ്യില്ല. അവനെ പറ്റി എന്തെങ്കിലും അറ്റവും മൂലയും കേട്ടാൽ തന്നെ അവൾ വേഗം അങ്ങോട്ടേക്ക് ചെല്ലും. അവളുടെ പഠനവും കരിയറും എല്ലാം അവതാളത്തിലാവും. അതുകൊണ്ട് ഇപ്പോ അവൻ ഏതവസ്ഥയിലാണുള്ളത്, അവൻ എന്താണ് ചെയ്യുന്നത് എന്നതൊന്നും ഡീറ്റെയിൽ ആയിട്ട് അറിയാതെ ആരും തന്നെ അവനെ പറ്റി ഒരു അക്ഷരം അവളോട് മിണ്ടിപ്പോരുതെന്ന് താക്കീത് ചെയ്യുന്നുണ്ട്. യു ചെറിയോടുള്ള സ്പെഷ്യൽ താല്പര്യം കൊണ്ട് അവൾ ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ എന്ന് കരുതി ഇത് പറയരുത് എന്ന് കരുതി ക്വിൻ നേരെ യുവിനെ വിളിച്ചും താക്കീത് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് ചെറിയ കാണാനായി വീണ്ടും യു എത്തുന്നു. അവൻ അവളെ കാണാൻ എത്തുമ്പോൾ ഒരു കേക്ക് സമ്മാനിക്കുന്നുണ്ട്. അതേ ടീം ജിയാങ്ങിനെ പറ്റി ഒരു ക്ലൂ കിട്ടിയിട്ടുണ്ട്. അവന്റെ ഫോട്ടോ ഒരു സോഷ്യൽ മീഡിയ കണ്ടത് ഗ്രൂപ്പിൽ ഇങ്ങനെ ഷെയർ ചെയ്ത് അതിനെപ്പറ്റി ചർച്ച ചെയ്തിരുന്നു എന്നിങ്ങനെ പറയണമെന്നുണ്ടെങ്കിലും പിന്നെ വേണ്ടെന്ന് വെച്ച് അവൻ അതിനെപ്പറ്റി ഒന്നും മിണ്ടുന്നില്ല. എന്തായാലും അവൻ പോയ ശേഷം ക്വിന്നും ചെറിയ കാണാനായി വന്നിരുന്നു. ക്വിന്നും ഒരു ഷോപ്പിൽ കയറി കേക്കൊക്കെ വാങ്ങിയാണ് ചെറിയ കാണാനായി വന്നത്. അങ്ങനെ ഒന്നിച്ച് ഈ കേക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ക്വിൻ വാങ്ങിച്ചുകൊണ്ട് വന്ന കേക്കും യു കൊണ്ടു കൊടുത്ത കേക്കും സെയിം കേക്ക് തന്നെയാണ്. ഈ ടീം വീണ്ടും
ക്വിന്നിന്റെയും യുവിന്റെയും കാര്യത്തെ പറ്റിയെല്ലാം ചെറി പറയുമ്പോ അവനെ പറ്റിയൊന്നും എന്നോട് ഇനി പറയണ്ട, ഞാനതൊക്കെ വിട്ടുന്നെല്ലാം ക്വിൻ പറയുന്നുണ്ടായിരുന്നു. ആക്ച്വലി അവളുടെ മനസ്സിൽ എങ്ങനെങ്കിലും തന്റെ ഇഷ്ടം മാറ്റിവെച്ചിട്ട് യുവിനെയും ചെറിയും ഒന്നിപ്പിക്കണം എന്നൊരു ചിന്തയാണുള്ളത്. അവളുടെ രണ്ട് ഫേവറേറ്റ് ആയിട്ടുള്ളവരാണ് ചെറിയും യുവും. അവർ ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ എന്ന രീതിക്കാണ് അവൾ അങ്ങനെ ഒരു തീരുമാനം മനസ്സിലെടുക്കുന്നത്. എന്തായാലും അവൾ ഇവിടെ നിന്ന് പോകുന്നതിന് മുന്നേ യുവിനെ നേരിട്ട് കാണാൻ പോകുന്നില്ലെങ്കിലും അവന്റെ കോളേജ് അടുത്തായതുകൊണ്ട് തന്നെ അവിടേക്കൊന്ന് പോകുന്നുണ്ട്. ആ ഒരു പരിസരത്ത് അവിടെ വെച്ച് അവൾ ഒരു പയ്യനെ കാണുന്നു. ആ പയ്യനായിട്ട് കഴിഞ്ഞ ദിവസം കേക്ക് ഷോപ്പിന്റെ അവിടെയും ഇവളെ ഇന്നലെ കണ്ടിരുന്നു. അപ്പൊ ആ ഒരു രീതിക്ക് ഇപ്പൊ വീണ്ടും ഇവിടെ വെച്ച് കാണുമ്പോൾ വന്ന് അവൾ ആരാ എന്താണെന്ന് അറിയില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് സംസാരിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് അവളുടെ ക്രഷ് ഈ കോളേജിലാണ് പഠിക്കുന്നത്, അവനെ കാണാനായിട്ടല്ല വന്നത്, പക്ഷെ ചുമ്മാ ഇങ്ങനെ വന്നു കാണുന്നില്ല. എന്താ ക്രഷിനെ കാണുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, അവൻ എന്റെ ക്രഷ് ആണെങ്കിലും അവൻ ഇഷ്ടം എന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെയാ, അപ്പൊ അവരെ ഒന്നിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നെന്നും പറഞ്ഞ് ഇവളങ്ങ് പോകുമ്പോ ഇവളിങ്ങനെ പറഞ്ഞ കാര്യങ്ങൾ ആ പയ്യന് ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ അവളെ പറ്റി ഇങ്ങനെ ആലോചിച്ച് റൂമിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ കാണുന്നത് ആ പയ്യൻ നമ്മുടെ യുവിന്റെ റൂംമേറ്റ് ആണ്. അവന്റെ ഹോസ്റ്റൽ റൂമിലുള്ള പയ്യൻ തന്നെയാണ് അവൻ. എന്തായാലും യു ആകട്ടെ ഇതിന്റെ ഇടയിൽ ജിയാങ്ങിനെ പറ്റി കൂടുതൽ അറിയാനേ ജിയാങ്ങുള്ള ആ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്ത് ആ കൊച്ചിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഒക്കെ കണ്ടുപിടിച്ചെടുത്ത് അതിന്റെ അഡ്രസ്സ് തപ്പിപ്പിടിച്ച് ആ കൊച്ചിനെ കാണാൻ പോകാൻ തീരുമാനിക്കുന്നു. ഒരു ഭാഗത്ത് വിൻ തന്റെ ഇഷ്ടം മാറ്റിവെച്ച് യുവിനെയും ചെറിയെയും ഒന്നിപ്പിക്കാനായി ശ്രമിക്കുമ്പോഴേക്കും യു ആകട്ടെ അവന്റെ ഇഷ്ടം മാറ്റിവെച്ച് ചെറിയുടെ സന്തോഷത്തിന് വേണ്ടി ജിയാങ്ങിനെ അന്വേഷിച്ചിറങ്ങാണ്. ശേഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം. വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടും വരെ ബൈ.